ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ അടുത്ത പാർട്ടാണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ പാർട്ടും കണ്ട ശേഷം ഈ ഒരു ഭാഗം കാണാം കേട്ടോ. ബാക്ക് പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നതാണ് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ തന്നെ അതിൽ കംപ്ലീറ്റ് ഇനി ചെയ്യാനുണ്ട്. അതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ അളവെടുക്കുന്നതും കാണിക്കുന്നതാണ്. അതുപോലെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ പ്രൊഫഷണൽ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനം എന്ന് പറയുന്നത് ബസ്റ്റ് അളവ് അടക്കം എടുത്തിട്ടാണ് ബ്ലൗസ് തയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ കപ്പ് സൈസ് പെർഫെക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അത് പെർഫെക്ഷൻ കുറയും. ഇവിടുത്തെ അതായത് ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവും മാത്രം എടുത്തിട്ടായിരുന്നു സാധാരണ രീതിയിൽ ബ്ലൗസ് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടക്സ് ഒന്നും കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റായിട്ട് വരത്തില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ ഓവർ ലൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് അത് ഇടാൻ പറ്റാത്ത രീതിയിലോ, അല്ലെങ്കിൽ ചെസ്റ്റ് ഭാഗം ഈ ബസ്റ്റ് ഭാഗം നമുക്കിങ്ങനെ അമുങ്ങിയ പോലെ പതിഞ്ഞ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അത് വരാതിരിക്കും നമ്മൾ ബസ്റ്റ് അളവ് എടുത്തിട്ടാണ് പ്രൊഫഷണൽ രീതിയിലാണ് നമ്മളിന്ന് ബ്ലൗസ് കട്ടിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടു നോക്കണം. അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ബസ്റ്റ് അളവാണ് കേട്ടോ. അതെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക്, ഇതാണ് നമ്മുടെ മെയിൻ ടക്ക് കേട്ടോ. അപ്പോൾ ബസ്റ്റ് പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ പോയിന്റിലേക്ക് നമുക്ക് ടക്കിൻ്റെ ഇറക്കം എത്രയാണെന്ന് എടുക്കാം ആദ്യം. ഇത് ചുളിവ് വരാത്ത രീതിയിൽ എടുക്കണം കേട്ടോ. കറക്റ്റ് പോയിൻ്റാണ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബ്ലൗസിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. നമ്മളതിൽ തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 9.25 കേട്ടോ. ഈ കണ്ടോ, ഈ ഒരു നൂലിൻ്റെ ആ ഒരു കറക്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ബസ്റ്റ് പോയിന്റ് എടുത്തിരിക്കുന്നത്, തയ്യൽ തുമ്പാണ് അടക്കം എടുത്തിരിക്കുന്നത്. നമുക്ക് 9.25 നമുക്ക് വന്നിട്ടുള്ളത്. തയ്യൽ തുമ്പ് അടക്കമാണ്. അപ്പോൾ നമ്മളിനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. തയ്യൽ തുമ്പ് അടക്കം എടുത്തത് കൊണ്ട് 9.25 നമ്മൾ എടുക്കേണ്ടത് അളവ്. ബസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ 9.25. തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ, ഇൻക്ലൂഡിങ് സീം എലമെൻറ്റ്സ് കേട്ടോ. അപ്പോൾ അതടക്കമാണ് ബസ്റ്റ് പോയിന്റ് എടുത്തിരിക്കുന്നത്. ഇനി ബസ്റ്റ് പോയിന്റിൻ്റെ അവിടുത്തെ ബാക്ക് പാർട്ടിൻ്റെ ഇപ്പം 9.25 നമ്മുടെ അളവ് വന്നിട്ട്. അപ്പോൾ ബാക്ക് പാർട്ടിൽ ബസ്റ്റ് പോയിന്റിൻ്റെ അളവത്തെ റൗണ്ട്, ബസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബ്ലൗസിനെ ഇങ്ങനെ നിവർത്തിയിട്ടു. അതിനുശേഷം ഇപ്പോൾ ബസ്റ്റ് പോയിന്റിൻ്റെ അളവ് നമ്മൾ തയ്യൽ തുമ്പ് അടക്കാണല്ലോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തയ്യൽ തുമ്പ് അടക്കാം. ഇതുകൊണ്ട് ആ ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റ് നമ്മൾ തയ്യൽ തുമ്പ് അടക്കം എടുത്തിട്ടുള്ള ആ 1/4 ഇഞ്ച് ഒരു പോയിന്റ് നമ്മളിതിലേക്ക് കയറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴല്ല നമ്മുടെ അളവ് തെറ്റാണ്ട് എടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ 9.25 നമ്മുടെ അളവ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു ബസ്റ്റ് പോയിന്റ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തിലുള്ള വണ്ണം എത്രയാണോ അത് അവിടെ വെച്ച് ടേപ്പ് വെച്ചിട്ട് നോക്കാം. ഇതാണ്ടോ. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് 17.5 കേട്ടോ വന്നിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് നമ്മുടെ അളവ് വന്നിട്ട് 17.5 ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. 17.5 ഒരു പോയിന്റ്, 17.5 ഇഞ്ച് ഒരു പോയിന്റ് കേട്ടോ. അപ്പോൾ നമുക്ക് 17.5 ഒരു പോയിന്റ് നമുക്ക് ആഡ് ചെയ്യണം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ബാലൻസ് ആഡ് ചെയ്യണമല്ലോ. ബാക്ക് പാർട്ടിൻ്റെ ഇത് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗത്ത് നോക്കണം. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നിപ്പിൾ ടു നിപ്പിൾ റൗണ്ട്, നിപ്പിൾ എത്രയാണ് അത് ആദ്യം എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എടുക്കണോടുകൂടി നിപ്പിൾ ടു നിപ്പിളിൻ്റെ അളവ് നമുക്ക് കിട്ടും, ഇവിടെ നിന്ന് ഇവിടം വരെ. അപ്പോൾ 3.25 നിപ്പിൾ ടു നിപ്പിൾ അളവ് ഈ ഭാഗത്ത്. അപ്പോൾ 3.25 പ്ലസ് 3.25, അപ്പോൾ ടോട്ടൽ അതാണ് നമ്മുടെ നിപ്പിൾ റൗണ്ട് കേട്ടോ. അപ്പോൾ എത്ര വരും? 3 3 6 3/4 3/4 1.5, 3 3 6 3/4 3/4 1.5, 7.5 വരും.
3 3 6 മുക്കാലും മുക്കാലും 1.5. അപ്പോൾ 7.5 ടോട്ടൽ അളവ്. അപ്പോൾ ആ ഒരു അളവ് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് നമുക്കത് എഴുതി വയ്ക്കാം. നിപ്പിൾ ടു നിപ്പിൾ റൗണ്ട് നിപ്പിളിൻ്റെ അളവ് നമുക്ക് 7.5 വന്നത്. അതായത് ഒരു സൈഡിലേക്ക് 3.25 പ്ലസ് 3.25 അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണ് നമുക്ക് 7.5 ഇഞ്ച് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബസ്റ്റ് സൈസിൻ്റെ അളവിൽ ഫ്രണ്ട് പാർട്ട് നമുക്ക് നോക്കണ്ടേ, അതും കൂടി ആഡ് ചെയ്താലാണ് ഈ ബ്ലൗസിൻ്റെ ബസ്റ്റ് അളവ് എത്രയാണ് വരുന്നതെന്ന്, ടോട്ടൽ വണ്ണം എത്രയാണ് വരുന്നതെന്ന് നമുക്ക് അളവെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ 3.25 കിട്ടിയത്. ഈ 3.25 ഈ ഒരു പോയിന്റിൽ തന്നെ വെച്ചുകൊണ്ട് ഈ ഒരു സൈഡിലോട്ട് വരുന്ന അളവ് എടുക്കണം. അപ്പം നമുക്ക് എത്രയാണ് വരുന്നത്, ബാലൻസ് വരുന്നത് ഇവിടെ 9.5 കേട്ടോ. ഈ ഒരു സൈഡിലോട്ട് വരുന്നത് 9.5 വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഒന്നും കൂടിയും കാണിക്കാം. ഇത് പ്രധാന അളവാണ്. ഈ ഒരു അളവ് എടുത്താലാണ് നമുക്ക് ഈ ഒരു ബ്ലൗസ് കറക്റ്റ് ഫിറ്റിങ്സിൽ കിട്ടുള്ളൂ. ഇതിങ്ങനെ പിടിക്കുക, ഇവിടെ തൊട്ട് ഈ പോയിന്റ് വരെ എടുക്കുക, അതിനുശേഷം ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ എടുക്കുക. മനസ്സിലാവുണ്ടോ? നമ്മൾ ഈ പോയിന്റ് വരെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് 3.25 അളവെടുത്തു. അതിനുശേഷം ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് 3.25 ശേഷം നമ്മൾ അവിടെ നിന്ന് വെച്ചിട്ട് അളവെടുക്കുക. അങ്ങനെയാണ് നമ്മളിത് ചെയ്തത്. ഈ ഒരു പോയിന്റ് ടു ഈ ഒരു പോയിന്റ്. അപ്പോൾ നമുക്ക് 9.5 ടോട്ടൽ എവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നു, ഈ ഒരു സൈഡിൽ 9.5. അപ്പോൾ ഈ ഒരു സൈഡിൽ 9.5, 9.5 ഇത് 9.5, 2 9.5 പ്ലസ് അതിൻ്റെ പുറകു ഭാഗത്ത് നമുക്ക് 17.5 ഒരു നൂല്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അളവ് വന്നിട്ടുള്ളത്. 9.5 വീണ്ടും 9.5. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. അപ്പോൾ ആൻസർ ആഡ് ചെയ്ത് കിട്ടണം കേട്ടോ. ആൻസർ ആഡ് ചെയ്യണം. ടോട്ടൽ ബസ്റ്റ് 36 ഒരു നൂല് കേട്ടോ. നമുക്ക് വേണ്ടത് ഇനി നമുക്ക് എടുക്കേണ്ടത് വേസ്റ്റ് മെഷർമെൻ്റ് ആണ്. ഇടുപ്പ് ഭാഗം 1 ആണ്. അത് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹുക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം തൊട്ട് ഈ ഫസ്റ്റ് ഹുക്ക് ഇടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിൻ്റെ ഈ ഒരു പോയിന്റ് വരെയാണ് ഫസ്റ്റത്തെ ആ ഹോൾ ഇടുന്നത്. നമ്മൾ ഈ ഒരു പട്ടയമ പിടിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ ഹോൾ ഇടുന്ന ഈ ഒരു ഭാഗം വരെ നമുക്ക് അളവെടുക്കേണ്ടതുള്ളൂ. ഈ പട്ടയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് എടുക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തൊട്ട് ഇവിടം വരെ, പിന്നെ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇവിടം വരെ, അതിന് ശേഷം എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാ ഈ പോയിന്റിലേക്ക് കറക്റ്റ് വന്ന് നിൽക്കുന്ന പോയിന്റ് കണ്ടില്ലേ, കാണുന്നില്ലേ ഈ ഒരു ഹുക്കിൻ്റെ. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് 30.5 കിട്ടുന്നത്. അപ്പോൾ 30.5 നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തെ അളവ്, ഇടുപ്പ് ഭാഗം വണ്ണം. മുപ്പതരയാണ്. ഇതിൽ നമുക്ക് ബാക്ക് പാർട്ടിലേക്ക് എത്രയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കണം. ബാക്ക് പാർട്ട് മാത്രം നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ എത്രയാണെന്ന് അളവ് നോക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടം വരെ അളവെടുത്തു. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് 16 വന്നിട്ടുള്ളത്. 16. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഫ്രണ്ടിലോട്ട് നമ്മൾ എടുക്കേണ്ടുന്ന അളവ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടുന്ന അളവ്. അതേസമയം നമുക്ക് ഈ 30 ടോട്ടൽ ഇതായിട്ട് നമ്മൾ എടുക്കുക 4 ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ നമുക്ക് 30 വന്നിട്ടുള്ളത്. ആ 30 കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ ടേപ്പ് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 15.4 വരും. ഈ 15.4 വീണ്ടും അഗെയിൻ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വരുന്നത് 7.25 വരുന്നത്. 7.25 നമുക്ക് വരുന്ന അളവ് വരുന്നത്. നമുക്ക് ഒരു ഭാഗത്തേക്ക് വരുന്നത് 7.25. അപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ ടോട്ടൽ അളവ് എടുത്തപ്പോൾ 30 4 ഭാഗമായിട്ട് എടുത്തപ്പോൾ നമുക്ക് 7.25 നമുക്ക് അളവ് വന്നത്. 4 ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 7.25 കേട്ടോ വന്നിരിക്കുന്ന അളവ് വന്നിട്ടുള്ളത്. 7.25 ഇഞ്ചാണ് ഒരു സൈഡിലേക്ക് വരുന്നത്. എന്നാൽ നമ്മൾ ബാക്ക് പാർട്ട് മാത്രം അളവെടുത്ത് നോക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് അളവ് വരുന്നത്. ഒരു 1/4 ഇഞ്ചിൻ്റെ കുറവ് വരുന്നത്. പക്ഷേ നമ്മൾ നല്ലൊരു ഭാഗമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തേക്കും ആ ഒരു അളവ് തന്നെ ഫ്രണ്ട് പാർട്ടിലേക്ക് എടുത്താൽ മതി. 7.25 എന്നുള്ള രീതിയിലേക്ക് അനുസരിച്ച് തന്നെ ഒരു സൈഡ് 7.25 എന്ന രീതിയിൽ തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് 7.25 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ടിങ് ആണ് കേട്ടോ നമ്മൾ വരുന്നത്. അതിനായിട്ട് നമ്മൾ ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മെഷർമെൻറ്റ്സൊക്കെ നമുക്ക് വരയ്ക്കാം. നമുക്ക് ഷോൾഡർ വന്നിട്ടുണ്ടായിരുന്നത് 5.25 ആയിരുന്നു. ബാക്ക് പാർട്ടിൻ്റെ ഇറക്കം വന്നിട്ടുണ്ടായിരുന്നത് 13.5 ഇഞ്ചായിരുന്നു. 13.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് 3/4 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്തത്. ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് ഫോൾഡിങ് അങ്ങനെ മടങ്ങി നിൽക്കണം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് എടുക്കാം കേട്ടോ. ആ ഭാഗത്ത് അങ്ങനെ മടങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എടുക്കാൻ വിചാരിച്ചു. ഇത് നല്ല സ്ട്രെയിറ്റ് പീസാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ 13.5 നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന അളവ് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ. അതിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്യും. 13.5യുടെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്താൽ നമുക്ക് വരുന്നത് 14.25 വരുന്നത്. ഓക്കെ, 13.5യുടെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 14.25. അപ്പോൾ ഈ 14.25 നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. ഇത് ഈ പോയിന്റിൽ 14.25 നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതാണ് ഒരു കുറച്ച് ദൂരം നമ്മൾ നീക്കിയിട്ടിട്ട് അതേ 14.25 ഇപ്പുറത്തോട്ടും ഒന്ന് വരച്ചിടും. ഓക്കെ, അത് നമുക്ക് ഇനി ഇതിലാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുന്നത്. ഷോൾഡർ നമുക്ക് വന്നിട്ട് 5.25 ആയിരുന്നു. വന്നിട്ട് നമുക്ക് 5.25. അപ്പോൾ ആ പോയിന്റ് അടയാളപ്പെടുത്തി. മുക്കാലാണ്. അപ്പോൾ 5.25 നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഷോൾഡർ വരുന്നത്. അതിനുശേഷം നമുക്ക് സൈഡ് ഷോൾഡർ വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് 2.25 ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ സൈഡ് ഷോൾഡർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 2 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ രണ്ട് സൈഡിലേക്കും തയ്യൽ തുമ്പായിട്ട് 1/4 ഇഞ്ച് ഒരു പോയിന്റ്, 1/4 ഇഞ്ച് ഒരു പോയിന്റ്. അപ്പോൾ 3/4 ഇഞ്ചാണ് വരുന്നത്. 1/4 ഇഞ്ച് ഒരു നൂലും 1/4 ഇഞ്ച് ഒരു നൂലും കൂടി ആഡ് ചെയ്താൽ 3/4 ഇഞ്ച്. അപ്പോൾ 2 + 3/4 2.25. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ 2.25 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തും. ബാക്കിയുള്ളത് മുഴുവൻ നെക്കിൻ്റെ വൈഡാണ് കേട്ടോ. അപ്പോൾ അതേ 2.25 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. അതിനുശേഷം ഈ ഒരു ഭാഗം നെക്കിൻ്റെ വൈഡാണ്. ബാലൻസ് അപ്പോൾ എത്ര നെക്ക് വൈഡ് വന്നിട്ടുണ്ട് ഈ ഒരു ബ്ലൗസിന്? ഈ ഒരു ബ്ലൗസിന് 3 ഇഞ്ചാണ് വൈഡ് വന്നിട്ടുള്ളത് കേട്ടോ. 3 ഇഞ്ച് വൈഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ഇറക്കം, കഴുത്തിൻ്റെ ഇറക്കം വെച്ചാൽ ബാക്ക് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് അളവ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അത് 6 ആയിരുന്നു. 6ൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് മുകളിലേക്കും താഴേക്കും തയ്യൽ തുമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3/4 ഇഞ്ച്. അപ്പോൾ 6ൻ്റെ കൂടെ 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയപ്പോൾ 6.25. അപ്പോൾ 6.25 ഇഞ്ച് ഇവിടെ വരയ്ക്കും. ഇത് 6.25 ഇഞ്ച്. അത് ഈ ഒരു പോയിന്റിൽ ഇവിടെ വരച്ചു. ഇനി ഇതിൽ വെച്ചിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ബോക്സ്, ഇവിടെ 3 ഇഞ്ച് ആയതുകൊണ്ട് നമ്മൾ 2.5 ഇഞ്ചിൻ്റെ ഒരു 1/2 ഇഞ്ച് കുറവിലുള്ള ഒരു സ്ക്വയർ ബോക്സ് നമ്മൾ വരച്ചെടുക്കണം. ഓക്കെ, നമ്മളിതിൽ വെച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്കിനെ വരച്ചെടുക്കാം. ഇത് നമ്മുടെ നെക്കാണ് കേട്ടോ. അതിനി അത് ജോയിൻ ചെയ്ത് വരയ്ക്കാം. വരച്ചിട്ടുണ്ട്. അപ്പോൾ നെക്ക് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയായിരുന്നു? നമ്മൾ ഇടുപ്പ് ഭാഗം വണ്ണെടുത്ത് 7.25 ആയിരുന്നു. അതിൻ്റെ 7.25 ആദ്യം നമ്മൾ അടയാളപ്പെടുത്തും.
7.25 നാലിലൊരു ഭാഗം. അതായത് വേസ്റ്റ് മെഷർമെൻറ്റ് 30 ആയിരുന്നു. 30യുടെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് 7.25 ആ 7.25 ആദ്യം അടയാളപ്പെടുത്തി. ഇനി നമ്മൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇടുന്നത്. ആ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് അതിന് ശേഷം അടയാളപ്പെടുത്തി. ഓക്കെ 7.25 അതിന് ശേഷം നമ്മൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഈ 7.25ൻ്റെ ഈ ഒരു പോയിന്റ് വേസ്റ്റിൻ്റെ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് കൈക്കുഴി തൊട്ട് ഈ വേസ്റ്റ് പോയിന്റ് വരെയുള്ള ഒരു അളവുണ്ടല്ലോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ആ ഒരു അളവ് നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മൾ എടുക്കണം. അപ്പം നമ്മൾ ഇനി അടുത്തത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു കൈക്കുഴിയുടെ ആ ഒരു പോയിന്റ് കൈക്കുഴി ഭാഗം വണ്ണത്തിന് നല്ലൊരു ഭാഗം, അതുപോലെ കൈക്കുഴി ഭാഗം തൊട്ട് വേസ്റ്റ് ഭാഗം വരെയുള്ള ഇടുപ്പ് ഭാഗം വണ്ണം വരെയുള്ള ആ അളവും കൂടി പോയിന്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്തുനിന്ന് കൈക്കുഴി എടുക്കുന്നത്. ആ ഒരു ട്രിക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ തരാം. അതായത് നമ്മുടെ ഈ വീഡിയോയിൽ അത്യാവശ്യം ലെങ്തായി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.